പെൺകുട്ടികളെയും ഞാൻ കണ്ടു. അവരുടെ ആ ഒരു ബ്രെയിൻ വാഷിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു 3 സ്റ്റെപ്പുകളായിട്ടാണ്. ആദ്യം അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളെ കൺഫ്യൂഷനിലാക്കും. നമ്മൾ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അവർ നമ്മുടെ മതത്തെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. ക്രിട്ടിസൈസ് ചെയ്ത് അതിലും നമ്മൾ ആകെ പരാജിതരായിട്ട് അല്ലെങ്കിൽ ഉത്തരമില്ലാതെ നിൽക്കും. ആ പെൺകുട്ടി പറയുന്ന കേട്ടായിരുന്നു ലാസ്റ്റായിട്ട്. അതായത് എന്നെ ഉത്തരം മുട്ടിക്കുകയാണ് അല്ലേ, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയാണ്. അതായത് എന്താണ് നിങ്ങളുടെ മതത്തിലുള്ളത് അങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മതത്തിൽ എന്താണുള്ളത്? ഇപ്പം ഉത്തരം മുട്ടിക്കുന്നവരുടെ മതത്തിലും ഉത്തരം മുട്ടുന്നവരുടെ മതത്തിലും എന്താണുള്ളത് അല്ലേ? ഇപ്പോൾ ചൂരൽമല ദുരന്തം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും അതായത് നിപ്പ വൈറസ് വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒന്നും ഉത്തരം തരാൻ പറ്റാത്ത ഒരു ദൈവവും മതവുമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ? മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഏത് ദൈവമാണ് അവതരിച്ചിട്ടുള്ളത്? പണ്ട് കഥകളൊക്കെ ഉണ്ട്. അതായത് സ്ത്രീകളെ എന്താ പറയുക തട്ടിക്കൊണ്ടുപോയിട്ട് തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാരൊക്കെ അവതരിച്ച നാടാണിത് അല്ലേ? അതിനുശേഷം ആ അസുരന്മാരെക്കാളും വലിയ അസുരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? കൂട്ടക്കൊല ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംമാരിയുണ്ട്. നാടുകളും ഇത് തമ്മിലടിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളുടെ പേരിൽ. അപ്പോഴൊന്നും ദൈവത്തിനൊന്നും പറയാനില്ല അല്ലേ? അപ്പം നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്വബോധത്തിലേക്ക് മാറുക എന്നുള്ളത്. കൺവെർഷനിലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലേ? ഒരു പശുവിൻ്റെ ചാണകത്തിൽ നിന്നും എരുമ ചാണകത്തിലേക്ക് കാലെടുത്ത് വെച്ചതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോണത് അല്ലേ? പ്രാദേശികമായിട്ട് അതായത് കാലാകാലങ്ങളിൽ പ്രാദേശികമായിട്ട് പണ്ടുള്ള 2000 വർഷം മുമ്പുള്ള ആൾക്കാർ ചെറിയ ഗോത്രവർഗ്ഗങ്ങളായിട്ട് തിരിഞ്ഞപ്പോൾ അവർ ഉണ്ടാക്കിയ പ്രാദേശികമായിട്ടുള്ള ആശയങ്ങൾ വലുതായെന്ന് മാത്രമല്ലാതെ ഇതിനകത്ത് ആ കാലഘട്ടങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഒരു കാര്യവും ഇന്നത്തെ ഇല്ല. അന്നത്തെ ഒരു ദൈവവും കാർ ഓടിക്കുകയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പൊട്ടത്തരങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ അപ്പുറത്തോട്ട് പോയാലും ഇപ്പുറത്തോട്ട് പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോണത് ആനമുട്ടയാണ്.